ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിൽ കയറുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ നിന്ന് അടുത്ത വീഡിയോൻ്റെ റെഫർ ലിങ്ക് ഞാൻ പിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കാം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലൈക്ക് തരാനും നമ്മുടെ ചാനലിലൊക്കെ ഇൻഫർമേഷനൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു എയർ ഡ്രോപ്പ് ഡീറ്റെയിൽ തരുമെന്ന് ചോദിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അരി ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഒരു ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിൽ പോയിന്റ് ഏൺ ചെയ്യുന്നു. ആ പോയിന്റ് എത്രത്തോളം പോയിന്റ് ആണ് നിങ്ങൾ ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കൊരു എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അരി ചെയിൻ. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തരാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ചെക്കിനാണ്. അതുപോലെ തന്നെ ഒരു ഡെയിലി ക്യൂസ് എന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റ് സെക്ഷനിൽ പറയാം. അവർ പുതിയ കുറച്ച് അനൗൺസ്മെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റോഡ് മാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ലിസ്റ്റിംഗ്, TG ഡേറ്റ് എന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാരിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് 1 വർഷമൊക്കെ 1.5 വർഷം കഴിയാറായി. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വളരെ വലിയൊരു പ്രൊജക്റ്റ് ആണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേപോലെ തന്നെ ഇതിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ സെഷൻസ് മാത്രമാണുള്ളൂ. കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും, ഡെയിലി ഒരു ക്വിസ് ഉണ്ടാവും. ആ ഒരു ക്വിസൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതിയൊരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇംപ്ലിമെന്റ് ദ അപ്ഡേറ്റ് ഓഫ് എനേബിൾ ദ ട്രാൻസ്ഫർ ഓഫ് അരി സി പോയിന്റ്സ് വിച്ച് ആർ കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂട്ട് പോയിന്റ്സ് ഫോർ അരി ചെയിൻ യൂസ്. നമ്മുടെ ഇതിലുള്ള പോയിന്റ്സ് നമുക്ക് കമ്മ്യൂണിറ്റിയുള്ള ഏതൊരാൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഫീച്ചർ ഒന്നും എനേബിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആർക്കെങ്കിലും അയച്ചു നോക്കുക, ഇല്ലെങ്കിൽ എനിക്ക് തന്നെ അയക്കാം. എൻ്റെ അഡ്രസ്സ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ അയച്ചു നോക്കുക. പക്ഷേ അത് വരാനൊന്നും പോകുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലായത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇനിയാണ് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ. Going forward, the community event and initiative will plan to adopt structure where Ari Chain community member can process event and receive Ari Chain C points, carry them out എന്ന്. അപ്പോൾ ഇനിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിന് മെയിനായിട്ടൊരു ദുരൂഹത കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെയൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർലി എൻഡ് ഓഫ് 2025 നമ്മൾ ഇതിൻ്റെ പോയിന്റ്സ് എൻഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എയർ ഡ്രോപ്പ് തരിക, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഒരു റോഡ് മാപ്പ് കണ്ടപ്പോൾ നമുക്ക് ആ പ്രതീക്ഷയൊക്കെ പോയി. അരി ചെയിൻ ലിസ്റ്റിംഗ് ഡേറ്റ് മേ ഷിഫ്റ്റ് ടു 2026 ആസ് പെർ അരി വാലറ്റ് റോഡ് മാപ്പ്. അപ്പോൾ ഈ റോഡ് മാപ്പിൽ നമുക്ക് കാണുമ്പോൾ ഇതിൽ വൈറ്റ് പേപ്പർ റിലീസ് ഉണ്ട്, അതേപോലെ തന്നെ വെബ്സൈറ്റ് V2 ലോഞ്ച് ഉണ്ട്, ടെസ്റ്റ് നെറ്റ് V2 ലോഞ്ച് ഉണ്ട്, അരി ചെയിൻ അരി വാലറ്റ് അപ്ഡേറ്റ് ഉണ്ട്, അരി പോർട്ടൽ ലോഞ്ചിങ് ഉണ്ട്. ഇതിൽ ഒരിക്കലും നമുക്ക് എന്തായിട്ടില്ല ലിസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്, ഇല്ലെങ്കിൽ ഈ പോയിന്റ് ഫാം എൻഡ് ആവാൻ പോവാണ്, നിങ്ങൾക്കൊരു എയർ ഡ്രോപ്പ് തരികയാണ് എന്ന് 2025 അവർ പറഞ്ഞിട്ടില്ല. ക്വാർട്ടർലി 1 അവർ വൈറ്റ് പേപ്പറും ക്വാർട്ടർലി 2 അവർ ടെസ്റ്റ് നെറ്റും, അതേപോലെ തന്നെ ക്വാർട്ടർലി 4 എക്കോസിസ്റ്റം എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ടെസ്റ്റ് നെറ്റ് വെച്ചിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്കൊക്കെ വളരെയധികം സമയം വേസ്റ്റ് ആയി പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് വലിയൊരു ഹൈപ്പൊക്കെ കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു നല്ല വാല്യൂ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് പഴക്കം, ഇല്ലെങ്കിൽ ഞാനൊരു കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പഴമ കൂടുമ്പോൾ അതിനുള്ള വീര്യം കൂടുന്നൊക്കെ. മേ ബി അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടർലി 2 ദ അണ്ടർലൈൻ ഫൗണ്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ റിലീസ്ഡ് ബൈ ദ ടീം ദ ഇൻക്ലൂഡ് പബ്ലിഷിംഗ് വൈറ്റ് പേപ്പർ. ക്വാർട്ടർലി 3 the next step is launching on testnet V2 version 2. This will be allow better use of multi VM feature. At the same time Ari wallet voting update will go live. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാർട്ടർലി 4 അവർ പറഞ്ഞിട്ടുള്ളത് അരി ചെയിൻ വിൽ ഫർദർ എക്സ്റ്റെൻഡ് ഇറ്റ് എക്കോസിസ്റ്റം ബട്ട് ഫെയിൽ ടു അനൗൺസ് ദ മേജർ ഇവന്റ് ഓഫ് ദ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് നമുക്ക് ക്വാർട്ടർലി 2 ഇല്ലെങ്കിൽ ക്വാർട്ടർലി 4 ഇല്ലെങ്കിൽ ക്വാർട്ടർലി 3 ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അരി ചെയിൻ്റെ ഒരാൾ പറഞ്ഞില്ല, ഫോർ ദ TG അവർ ഗോൾ ഈസ് ടു പ്രൊസീഡ് വിത്ത് ദിസ് ഇയർ ആൻഡ് അരി ചെയിൻ വാലറ്റ് സിസ്റ്റം ഈസ് ഷെഡ്യൂൾ ടു എൻഡ് ഇൻ ക്വാർട്ടർലി 3 എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനായിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും അവർ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അരി ചെയിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷയൊന്നും കൊടുക്കാൻ പറ്റാത്ത പ്രൊജക്റ്റാണ്. അപ്പോൾ വേറെ പല പ്രൊജക്റ്റിനും പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാം ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫാം ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നോ മെൻഷൻ ഓഫ് ലിസ്റ്റിംഗ് ഇൻ ദ എയർ ഡ്രോപ്പ്, നോ ട്രേഡിംഗ് പെയർ നെയിം ഓഫ് എക്സ്ചേഞ്ച് നെയിംസ് ആൻഡ് കൺഫർമേഷൻ ഡിലേ സ്റ്റേറ്റ്മെന്റ് ഹിൻസ് ടുവേർഡ്സ് ദ മേജർ ഡിലേ ഇൻ ദ ലോഞ്ച്. അപ്പോൾ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ കൺവേർഷൻ റേറ്റ് പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അരി ചെയിൻ മേ ബി നമുക്ക് 2026 ലിസ്റ്റ് ആവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.